ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. നമ്മൾ ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ വാരത്തിലെ കറണ്ട് അഫയേഴ്സ് ഇട്ടേക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മേളിൽ ഐ ബട്ടണിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അത് കയറി കാണുക. പിന്നെ ഇത് രണ്ടാമത്തെ ഭാഗം, അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. കുറേ ഉണ്ട്, കുറേ ദിവസങ്ങളായി എനിക്കറിയാം. അപ്പോൾ നമ്മൾ നേരെ അതിനകത്തോട്ട് തന്നെ കിടന്നാലോ. നമ്മൾ അന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് 22 വന്ന് നമ്മൾ ആദ്യത്തെ കറണ്ട് അഫെയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പുതുക്കിയ വേതനം കേരളത്തിലെ എത്രയാണെന്നായിരുന്നു ചോദ്യം. അത് അവസാനം 369 രൂപയാക്കിയിട്ടാണ് പുതിയത് വന്നേക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹരിയാന. നമ്മൾ അത്രയും ചോദ്യങ്ങൾ വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് പോവാം. ഓക്കെ. അടുത്ത് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായിട്ടുള്ളത് PR ശ്രീജേഷാണ്. PR ശ്രീജേഷ് ഓർത്തിരിക്കണം. കാരണം PR ശ്രീജേഷിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പം അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ടാണ് നിയമിതനായിട്ടുള്ളത്. ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യം, 2025 25 വർഷം പൂർത്തിയാക്കുന്ന കേരളത്തിലെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് വണ്ടർല. അപ്പോൾ നമുക്കറിയാം പഴയ പേര് വീഗാലാൻഡ് എന്നാണ്. വണ്ടർല ആണ് ഇപ്പോൾ 25 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ആരംഭിച്ച വർഷം ഓർത്തില്ലല്ലോ, 2000-ലാണ്. അടുത്ത ചോദ്യം നോക്കൂ. 2025 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച മേഘാലയയിലെ പരമ്പരാഗത കൈത്തറി സിൽക്കാണ് റൈൻഡിയ എന്നാണ് അതിൻ്റെ പേര്. മേഘാലയയിലെ ഉൽപ്പന്നമാണെന്ന് ഓർത്തിരിക്കുക. ഒരു കൈത്തറി സിൽക്കാണെന്ന് ഓർത്തിരിക്കുക. അപ്പം മേഘാലയ റൈൻഡിയ കൈത്തറി ഓർത്തിരിക്കുമല്ലോ. മേഘാലയ കൈത്തറി റൈൻഡിയ. അപ്പം നമ്മൾ ഈ ഏപ്രിൽ മാസത്തിലെ ഈ കറണ്ട് അഫയേഴ്സ് കൂടാതെ PSC ബുള്ളറ്റിനിൽ നിന്ന് വന്നിട്ടുള്ള കുറേ കറണ്ട് അഫയേഴ്സും കൂടെ നമ്മൾ ഈ അടുത്ത ഒരു ഭാഗത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ അതിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ അതും കൂടെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. അപ്പം ഇപ്പോൾ ഓർത്തിരിക്കുക. ഈ ചോദ്യം നോക്കൂ. മേഘാലയയിലെ കൈത്തറി ഉൽപ്പന്നം റൈൻഡിയ. അടുത്തത്, 2025 ബോക്സിംഗ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. ബോക്സിംഗ് ലോകകപ്പിന് വേദി ബ്രസീൽ 2025 ഈ വർഷത്തെയാണേ. ഓർത്തിരിക്കണേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025 ICC വനിതാ ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യ. ഓർത്തിരിക്കുമല്ലോ, ഇന്ത്യ. ഇത് ബോക്സിംഗ് ആണ്, ബ്രസീൽ. 2025 ശ്രീ ചിത്തിര തിരുനാൾ പുരസ്കാരം ലഭിച്ചത് PR ശ്രീജേഷിനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മുമ്പൊരു PR ശ്രീജേഷിൻ്റെ ഫാക്ട് പറഞ്ഞു. ഏതാണ്? കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് PR ശ്രീജേഷ്. ഇപ്പോൾ ശ്രീ ചിത്തിര തിരുനാൾ പുരസ്കാരം ലഭിച്ചതും PR ശ്രീജേഷിനാണ്. ഓർത്തിരിക്കുമല്ലോ. 2 തവണ എൻ്റെ കൂടെ വായിച്ചു പോകുക. എൻ്റെ കൂടെ വായിച്ചില്ലെങ്കിലും നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ എന്ത് ചെയ്യുക, വായിച്ച് പോവുക. ഞാൻ പറയുന്നത് മാത്രം കേട്ടോണ്ടിരിക്കരുത്. നിങ്ങൾ 2-3 തവണ വായിക്കുക. അപ്പോൾ കറണ്ട് അഫെയർ പഠിക്കാനുള്ള ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗം അതാണ്. എനിക്ക് വർക്കൗട്ട് ആവുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കും അത് വർക്കൗട്ട് ആവുന്നതാണ് എൻ്റെ വിശ്വാസം. അടുത്ത് നോക്കൂ. അന്റാർട്ടിക്കയിൽ പുതിയ റേഡിയോ ദൂരദർശിനി സ്ഥാപിച്ച രാജ്യം ചൈനയാണ്. അപ്പം ചൈനയാണ് ഇപ്പോൾ അന്റാർട്ടിക്കയിൽ പുതിയ ദൂരദർശിനി സ്ഥാപിച്ചിട്ടുണ്ട്. അത് ചൈനയാണ്. 2025 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വർക്കലയാണ്. പരിപാടി കഴിഞ്ഞു. അത് വർക്കലയായിരുന്നു. 2025 സർഫിംഗ് ഫെസ്റ്റിവലിൽ നമുക്കറിയാം കടലിൽ തിരമാലയിലൂടെ ഇങ്ങനെ തെന്നി പോകുന്ന കണ്ടിട്ടില്ലേ, അതാണ് സർഫിങ്. അത് വർക്കലയായിരുന്നു വേദി. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ വായിച്ചു പോകുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ഓപ്ഷൻസ് വെച്ചിട്ട് ഒരു 4 ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അതിന് 4 ഓപ്ഷൻ ഇട്ടിട്ട് പോകുന്നതായിരിക്കുമോ ഉചിതം? നിങ്ങളൊന്ന് ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെൻറ്റ് തൊട്ട് അങ്ങനെ ഇടാം, ഓപ്ഷൻ കൊണ്ടുവരാം. ഇനി ഇങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഓപ്ഷൻ കണ്ട് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഒന്ന് പറയാൻ താല്പര്യമുള്ളവർ പറയണേ. നിങ്ങളാരും ഇതുവരെ കമൻസൊന്നും അങ്ങനെ പറയാറില്ല. പറ്റുമെങ്കിൽ പറയുക. അടുത്തിടെ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ പുനരുജ്ജീവിപ്പിച്ച 12,500 വർഷം പഴക്കമുള്ള ചെന്നായ വിഭാഗമാണ്
ഡയർ വൂൾഫ്. അപ്പം ഇത് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു ജനിതക എൻജിനീയറിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ് ആണേ. അപ്പം എന്താണ് സംഭവം? ചെന്നായ വിഭാഗമാണ്. 12,500 വർഷം പഴക്കമുള്ള അതിനെ പുനരുജ്ജീവിപ്പിച്ചു. അതിൻ്റെ പേര് ഡയർ വൂൾഫ് എന്നാണ്. ചെന്നായയാണ്, വൂൾഫ്, ഡയർ വൂൾഫ്, ഓർത്തിരിക്കണേ. അപ്പം ചെന്നായ, ഡയർ വൂൾഫ്, 12,500 വർഷം പഴക്കമുണ്ട്. അപ്പം ഡയർ വൂൾഫ് എന്ന് ഓർത്തിരുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഡയർ വൂൾഫ്. അപ്പോൾ ഡയറിനുള്ളതിനെ ഡിയർ ആക്കി വെച്ചാൽ മതി അല്ലേ. നമ്മൾ അതായത് ഇത്രയും വർഷം പഴക്കമാകും. നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. ഡിയർ ആയിട്ടുള്ള പ്രിയപ്പെട്ടവരെന്ന് ഓർത്തിരുന്നത്. അപ്പോൾ ചെന്നായ ഇപ്പം എന്താണ്, നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് ഭയങ്കര ഡിയർ ആണെന്ന് ഓർത്തിരുന്നത്. അതിന് ഡയർ വൂൾഫ് എന്ന്, പക്ഷേ ഞാൻ വെറുതെ ഡിയർ വൂൾഫ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ കയറി കാണും അത്. അപ്പോൾ നിങ്ങൾക്കത് ഓപ്ഷന് കിട്ടിക്കോളും. 2025 50-ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമാണ് ആര്യഭട്ട. അപ്പം നമുക്കറിയാം 1975 ഏപ്രിൽ 19-നാണ് ആദ്യമായിട്ട് ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. അത് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യമാണ്, ഓർത്തിരിക്കുമല്ലോ. അത് 50-ാമത്തെ വാർഷികമാണ് ഇപ്പോൾ ആചരിച്ചത്. GI ടാഗ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. അപ്പോൾ കേരളത്തിലെ ഉൽപ്പന്നമാണ്. നമ്മൾ നേരത്തെ ഒരെണ്ണം പറഞ്ഞു, GI ടാഗ് ലഭിച്ചത് ഏതാണ്? റൈൻഡിയർ നമ്മൾ പറഞ്ഞു. റൈൻഡിയർ എവിടുത്തെയായിരുന്നു? മേഘാലയയിലായിരുന്നു. അത് എന്തായിരുന്നു? കൈത്തറി ഉൽപ്പന്നമായിരുന്നു റൈൻഡിയർ. മേഘാലയ ഓർത്തിരിക്കണം. ഇതെന്താണ്? കേരളത്തിലെയാണ് കണ്ണാടിപ്പായ. പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം. അതിൽ നമ്മൾ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു നല്ലൊരു ഡിസൈൻ പോലെ പായാണത്, പുൽപ്പാ പോലെ ഇങ്ങനെ പണിഞ്ഞു വെക്കുന്നത്. അടുത്ത് നോക്കൂ. ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. അപ്പം ലോ കമ്മീഷനാണ് ചെയർമാനായിട്ട്. ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനായി നിയമിതനായത് ദിനേശ് മഹേശ്വരി, ഓർത്തിരിക്കുക, ദിനേശ് മഹേശ്വരി. 2025 ഏപ്രിലിൽ അന്തരിച്ച കുമുദിനി ലഖ്യ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥക്കാണ്. കുമുദിനി ലഖ്യ എന്ന് പറയുന്ന ഒരു കലാകാരി അന്തരിച്ചു. അവർ കഥക്ക് നർത്തകിയായിരുന്നു. ഓസ്കാർ പുരസ്കാരത്തിലേക്ക് പുതുതായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വിഭാഗമാണ് മികച്ച സ്റ്റണ്ട് ഡിസൈൻ. ഓർത്തിരിക്കുമല്ലോ. മികച്ച സ്റ്റണ്ട് ഡിസൈനാണ് പുതിയതായി ഓസ്കാറിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വിഭാഗം. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്പീഡ് കൂട്ടിയിട്ട് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 തവണ അങ്ങനെ പെട്ടെന്ന് കേട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ 2 തവണ വായിച്ചു പോകും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ 2 തവണ വായിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കേരളത്തിലെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി നിലവിൽ വരുന്നത് കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി നിലവിൽ വരുന്നത് കാസർഗോഡാണ്. നമ്മൾ കഴിഞ്ഞ വട്ടം കാസർഗോഡിൻ്റെ ഒരു ഫാക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയ സ്ഥലം കാറഡുക്ക, കാസർഗോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കാറഡുക്ക എന്നിങ്ങനെയാണ് തോന്നിയിരുന്നത്. കാറഡുക്ക, കാസർഗോഡ്. അത് അലൂമിനിയം നിക്ഷേപമാണ് കണ്ടെത്തിയത്. അലൂമിനിയം നിക്ഷേപം ഇന്ത്യയിൽ. 2025 തകഴി ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് വിമീഷ് മണിയൂർ. തകഴി ചെറുകഥാ പുരസ്കാരമാണ് വിമീഷ് മണിയൂർ, ഓർത്തിരിക്കുമേ. ഇന്ത്യയിൽ പട്ടികജാതിക്കാർക്ക് ഉപസംവരണം ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം തെലങ്കാനയാണ്. പട്ടികജാതിക്കാർക്ക് ഉപസംവരണം ഏർപ്പെടുത്തുന്നത്, അതായത് അവർക്ക് പ്രത്യേക ഒരു സംവരണവും കൂടെ അഡീഷണലി കൊടുത്തിട്ടുണ്ട്. അതാണ് തെലങ്കാന. 2024-25 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. 2024-25 വർഷത്തെ ISL ജേതാക്കൾ ആരാണ്? മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. 2024-25 വർഷത്തെ വനിതാ ഫുട്ബോൾ ലീഗ് ജേതാക്കൾ ഈസ്റ്റ് ബംഗാളാണ്. ഈസ്റ്റ് ബംഗാൾ ഓർത്തിരിക്കുമോ? ഈസ്റ്റ് ബംഗാൾ. 25-20 വർഷത്തെ
വനിതാ ഫുട്ബോൾ ലീഗ് ജേതാക്കൾ ഈസ്റ്റ് ബംഗാളാണ്, ഈസ്റ്റ് ബംഗാൾ. അടുത്ത കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ തിരുവനന്തപുരമാണ്. ശാസ്താംപാറ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ. അപ്പോൾ ആദ്യത്തെ ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും. അപ്പം അഡ്വഞ്ചർ ടൂറിസം അക്കാദമി ഒന്നും കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതെന്താണ്, ആദ്യത്തേതാണ്, അതുകൊണ്ട് ഓർത്തിരിക്കുക. അത് എവിടെയാണ്? ട്രിവാൻഡ്രമാണ്, ശാസ്താംപാറയിലാണ്. പാറയെന്ന് ഓർത്തിരുന്നാലും മതി. പാറ പുറത്തൊക്കെ കയറുന്നത് ഭയങ്കര ഒരു അഡ്വഞ്ചർ അല്ലേ. അപ്പം അതിൻ്റെ അക്കാദമി തുടങ്ങുന്നത് ഒരു പാറപ്പുറത്താണ്. ഏത് പാറപ്പുറത്താണെന്ന് വെച്ചാൽ ശാസ്താംപാറയിലാണെന്ന് ഓർത്തിരിക്കുക. 2025 ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ വ്യവസ്ഥയിൽ ഒന്നാമത് കേരളമാണ്. അപ്പം ഇന്ത്യയിലെ ഇങ്ങനത്തെ റിപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് നമ്മളിപ്പോഴാണ് അറിയുന്നത് അല്ലേ, ജസ്റ്റിസ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അതൊക്കെ ഉണ്ട്. 2025 ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ വ്യവസ്ഥയിൽ ഒന്നാമത് കേരളമാണ്. നല്ലൊരു കാര്യമാണ് അല്ലേ, നമുക്ക് ഭയങ്കര ഒരു അഭിമാനമാണ് അല്ലേ ഈ നീതിന്യായ വ്യവസ്ഥയിലൊക്കെ കേരളം ഒന്നാമത് വന്നെന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ എന്നിട്ടും എന്താ, കുറ്റകൃത്യങ്ങൾക്കൊന്നും ഒരു കുറവും കാണുന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് നോക്കൂ. ഇനി നമ്മൾ 48ാമത്തെ ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, അത് ഓർത്തിരിക്കുക. 48ാമത്തെയാണ് ഇപ്രാവശ്യം പ്രഖ്യാപിച്ചതെന്ന് ഓർത്തിരിക്കാം. മികച്ച സിനിമ ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമയാണ്, ഫെമിനിച്ചി ഫാത്തിമ. മികച്ച നടനാണെങ്കിൽ ടൊവിനോ തോമസിനാണ്. നടിയാണെങ്കിൽ 2 പേർക്കുണ്ട്, നസ്രിയ നസീമും റിമ കല്ലിങ്കൽക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട്. മികച്ച സംവിധാനം ഇന്ദു ലക്ഷ്മിയാണ്, ഇന്ദു ലക്ഷ്മി. അപ്പം ഇത്രയും പോയിന്റ് ഓർത്തിരിക്കുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ഇതിൻ്റെ അടുത്ത ഭാഗത്തിൽ കൂടെ നമുക്കിടാം. അപ്പം നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എനിക്ക് ഒന്നുകൂടെ വായിച്ചു പോകണമെന്നുണ്ട്, പക്ഷേ അത് ലാഗായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. പ്രധാനപ്പെട്ട വേണമെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ ഇനി ഈ റിപ്പോർട്ട് എന്ത് ചെയ്യാൻ ഓർത്തിരിക്കുക. കേരളത്തിലെ റിപ്പോർട്ട്, കേരളം എന്താണ്, നീതിന്യായ റിപ്പോർട്ടിൽ എന്താണ്, കേരളം ഒന്നാമതെത്തിയിട്ടുണ്ട്. അഡ്വഞ്ചർ ടൂറിസം അക്കാദമി വരുന്നത് എവിടെ? ശാസ്താംപാറ ട്രിവാൻഡ്രമാണ്. പിന്നെ ഇത് രണ്ടും ഓർത്തിരിക്കാം. ISL ജേതാക്കളാണ് മോഹൻ ബഗാനും. വനിതാ ഫുട്ബോൾ ലീഗ് ആണെങ്കിൽ അതിൻ്റെ ജേതാക്കൾ ഈസ്റ്റ് ബംഗാളുമാണ്, ഈസ്റ്റ് ബംഗാൾ. അടുത്തത് പട്ടികജാതിക്കാർക്ക് ഉപസംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം തെലങ്കാനയാണ്, ഓർത്തിരിക്കുമല്ലോ. പിന്നെ തകഴി ചെറുകഥ പുരസ്കാരം വിമീഷ് മണിയൂറിന്. ആദ്യ ബാറ്ററി സ്റ്റോറേജ് ആണെങ്കിൽ കാസർഗോഡ്. പിന്നെ ഓസ്കാറിൽ പുതിയതായി ഉൾപ്പെടുത്തിയ വിഭാഗം മികച്ച സ്റ്റണ്ട് ഡിസൈനാണ്. അപ്പം കഥക് കലാകാരിയായിരുന്നു ആര്? കുമുദിനി ലഖിയ, അവരാണ് അന്തരിച്ചത്. അടുത്ത ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനായി നിയമിതരായത് ജസ്റ്റിസ് ദിനേശ് മഹേഷിനെയാണ്, ഓർത്തിരിക്കണേ. ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അപ്പം ദിനേശ് മഹേശ്വരി ഓർത്തിരിക്കും. അടുത്ത് കണ്ണാടിപ്പായ. എന്തായിരുന്നു കണ്ണാടിപ്പായ? കേരളത്തിലെ ഒരു ആദിവാസി കരകൗശല വസ്തുവാണ് എന്ത്? കണ്ണാടിപ്പായ. മേഘാലയയിലെ ആണെങ്കിൽ റൈൻഡിയ. പിന്നെ 2025 50ാം വർഷം ആഘോഷിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ആര്യഭട്ടയാണ്. ഡെയർ വൂൾഫ് എന്തായിരുന്നു? ഡെയർ വൂൾഫ് 12,500 വർഷങ്ങൾക്ക് ശേഷം പുനരുജ്ജീവിപ്പിച്ച ചെന്നായ് വിഭാഗമാണ് ഡെയർ വൂൾഫ്. പിന്നെ സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദിയായത് വർക്കലയാണ്. അന്റാർട്ടിക്കയിൽ പുതിയ ദൂരദർശിനി സ്ഥാപിച്ച രാജ്യം ചൈനയാണ്. ശ്രീ ചിത്ര തിരുനാൾ അവാർഡ് ലഭിച്ചത് PR ശ്രീജേഷ്. അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറും PR ശ്രീജേഷ്. 2025 ബോക്സിംഗ് ലോകകപ്പിന് വേദി ബ്രസീലാണ്. ICC വേൾഡ് വനിതാ ലോകകപ്പിൻ്റെ വേദിയാണെങ്കിൽ ഇന്ത്യയാണ്. ഇനി 2025 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ചത് റൈൻഡിയ, നമ്മൾ പറഞ്ഞു മേഘാലയയുടെ ഉൽപ്പന്നമാണ്. അപ്പോൾ വണ്ടർല 25 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞത്. പിന്നെ ബാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനവിടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം. നമ്മൾ കൂടാതെ 2-3 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. മലയാളത്തിൻ്റെ ഒരു മോക്ക് ടെസ്റ്റോടെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും, നിങ്ങൾ 100% എനിക്ക് ഉറപ്പുണ്ട്. എക്സാമിൻ്റെ കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാമേ.